അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഈ മഹത്തായ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മതപരമായ വിഷയങ്ങളിൽ ഉന്നത പഠനം നടത്താൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് KM മൗലവി സാഹിബ് സ്വപ്നം കാണുകയും അത് തൻ്റെ കൂടെയുള്ള ആളുകളോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ജാമിഅ നദവിയ എന്നുള്ള ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഒരു സ്ഥാപനമായിരിക്കും അദ്ദേഹവും ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം അന്ന് നേതാക്കന്മാർ ഇങ്ങനെ ഒരു സ്ഥാപനം ആവശ്യമാണ് എന്ന് പറയാൻ കാരണമുണ്ടായിരുന്നു. ഇന്നൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും ഒരു റിയാക്റ്റീവ് മോഡലാണ്. ഒരാളൊരു സ്കൂൾ തുടങ്ങിയാൽ നമുക്കും സ്കൂൾ തുടങ്ങണം, ഒരാളൊരു കോളേജ് തുടങ്ങിയാൽ നമുക്കും ഒരു കോളേജ് തുടങ്ങണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈവൻ ബിസിനസ് സ്ഥാപനങ്ങളടക്കം ഇന്ന് പല ആളുകളും പ്രത്യേകമായ ഒരു വിഷനില്ലാതെ മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ ആ ഒരു രൂപത്തിലായിരുന്നില്ല അന്ന് നമ്മുടെ നേതാക്കന്മാർ ജാമിഅ നദവിയക്ക് തുടക്കം കുറിക്കുന്നത്. മറിച്ച് വളരെ പ്രൊയാക്റ്റീവായി, വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടെ ആ കാലഘട്ടത്തിലുള്ള സമൂഹത്തിൻ്റെ പതിതാവസ്ഥയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും ദീൻ അറിയുന്ന, മതം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിദ്യാഭ്യാസം നൽകൽ അനിവാര്യമാണ്. അങ്ങനെ വിദ്യാഭ്യാസം നൽകാൻ, മതപരമായ പഠനം നടത്തുവാൻ മതപരമായ പണ്ഡിതന്മാർ സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്കൊരു ഉന്നത പഠന കലാലയം നമുക്ക് അനിവാര്യമാണ്. അങ്ങനെയാണ് ജാമിഅ നദവിയ എന്നുള്ള മഹത്തായ ഈ സ്ഥാപനം 60 വർഷങ്ങൾക്ക് മുമ്പുണ്ടാകുന്നത്. ഇന്നും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുരോഗതികൾ ഉള്ളതോടൊപ്പം തന്നെ വെല്ലുവിളികളും നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വ്യാപകമായി കഴിഞ്ഞു. പലപ്പോഴും അധ്യാപകർ നിർവഹിക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ തുടങ്ങി. ദിവസങ്ങളോളം ഗവേഷണം ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് സെക്കൻഡുകൾ കൊണ്ട് ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം മാറിക്കഴിഞ്ഞു. പക്ഷെ അങ്ങനെ മാറുമ്പോഴും ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. എങ്ങനെയാണ് ഒരാൾ വിദ്യാഭ്യാസം ഉള്ളവനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്? അവിടെ ഇന്ന് നമുക്ക് ഉപലബ്ധമായ മാർഗങ്ങൾ ഒന്ന് പരീക്ഷാ സംവിധാനമാണ്. ഒരു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചാൽ അവരാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ. യൂണിവേഴ്സിറ്റി തലങ്ങളിലാണെങ്കിൽ റാങ്ക് പോലുള്ളത് നേടിയെടുക്കുമ്പോഴാണ് അവർ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രശസ്തരായി മാറുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി ലഭിച്ചാൽ, പ്ലേസ്മെന്റ് ലഭിച്ചാൽ അതൊരു വലിയ നേട്ടമായി വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നത്യമുള്ള മേഖലയായി കണക്കാക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന് ചില പരിമിതികളുണ്ട്. പരീക്ഷയിൽ മാത്രം ഫോക്കസ് ചെയ്തൊരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ അത് കേവലം അറിവ് നേടുക എന്നതിനപ്പുറത്തേക്ക് ഒരു മെക്കാനിക്കൽ ലേണിംഗ് ആയി മാറുന്നു. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അവന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഒരു 2 മാർക്കിന് മറ്റുള്ള ഒരു വിദ്യാർത്ഥി മുന്നിലേക്ക് പോയാൽ അവന് സ്ട്രെസ് അനുഭവപ്പെടുകയാണ്.
പരീക്ഷയുടെ സമയങ്ങളിലൊക്കെ എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവസാനം സങ്കടമുണ്ടായി, പ്രതീക്ഷിച്ചതുപോലെയുള്ള മാർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും അതേ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റാങ്കിങ് സിസ്റ്റം ആണെങ്കിലും ഇതിലൂടെയൊക്കെയുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എന്താണ് സമൂഹത്തിന് നൽകാനുള്ളത് എന്ന ചോദ്യം പ്രസക്തമാണ്, ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. അവിടെയാണ് ജാമിയ നദ്വിയ എന്ന് 60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പടർന്നു പന്തലിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയമായി മാറുവാൻ യൂണിവേഴ്സിറ്റി എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ ജാമിയ എന്ന പേര് നൽകിക്കൊണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾ പടുത്തുയർത്തിയ ഈ മഹത്തായ സ്ഥാപനത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ജാമിയ നദ്വിയ ഫോക്കസ് ചെയ്യുന്നത് 2-3 കാര്യങ്ങളിലാണ്. ഒന്നാമതായി നമ്മളിവിടെ നടപ്പിലാക്കുന്ന സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് വാല്യൂ ബേസ്ഡ് സിസ്റ്റമാണ്. അഥവാ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ഇവിടെ അതിനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം നമ്മുടെ അറബിക് കോളേജുകളാണെങ്കിലും അവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. പക്ഷെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടെ ആളുകളെ പണ്ഡിതന്മാരാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല, അതിൽ പ്രയാസങ്ങളുണ്ട്, അതിൽ പരിമിതികളുണ്ട്. അതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റഡായി ഒരുപാട് കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ നമ്മൾ കൊണ്ടുവരികയാണ്. ഇവിടെ BA ഫളീലയും പ്രീ ഫളീലയും ഒക്കെ നിലവിൽ യൂണിവേഴ്സിറ്റി സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അവരുടെ മതപരമായ വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കാനുള്ള സിലബസുകളായി നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നേടിയെടുക്കേണ്ട അത്യുഗ്രമായ അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ, 10-ലധികം ആഡ് ഓൺ കോഴ്സുകൾ നിലവിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകി തുടങ്ങുകയും ബാക്കിയുള്ളത് അവരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അറബിക് കോളേജിലടക്കം നമുക്ക് ആ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു. നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലുള്ള UG PG കോഴ്സുകളൊക്കെ നമ്മൾ ഓരോന്ന് ഘട്ടം ഘട്ടമായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതോടുകൂടെ നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയുമോ? ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ധൈര്യത്തോടുകൂടെ ഇസ്ലാമികമായ വിഷയങ്ങളിൽ സംസാരിക്കാൻ കഴിയണം. അറബി ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയണം. അവർക്ക് ദീനിൽ എന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയണം. ആധുനിക കാലഘട്ടത്തിൽ പുതുതലമുറയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതി പോലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചിന്താഗതികൾ വരുമ്പോൾ അവയെ മുളയിൽ നുള്ളിയെടുക്കാൻ പ്രാപ്തരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിയണം. അതിന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിക്കൊണ്ട് നമ്മൾ മറ്റൊരു കോഴ്സിനെ കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയൊരു സ്ഥാപനം കഴിഞ്ഞ വർഷം ജാമിയ നദ്വിയയിൽ പിറവിയെടുക്കുന്നത് സ്കൂൾ ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് സയൻസസ് എന്ന് പറയുന്ന സ്ഥാപനം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റെഗുലറായി പഠിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ ഒരു റെസിഡൻഷ്യൽ ബാച്ചിനെ നമ്മൾ കൊണ്ടുവന്നു. ആ റെസിഡൻഷ്യൽ സമയം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമികമായ വിഷയങ്ങളിൽ 4 വർഷം ഇസ്ലാമികമായ വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. 1ാമത്തെ സെമസ്റ്ററിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജിലാണ്, പ്രത്യേകിച്ച് അറബി ഭാഷയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ വിഷയങ്ങളിലേക്കും പ്രവേശിച്ചുകൊണ്ട് നമ്മളൊരു അറബിക് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് എത്രമാത്രം കഴിവുണ്ടാകുമോ, മതപരമായ വിഷയങ്ങളിൽ കഴിവുണ്ടാകുമോ, അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും അതേപോലെ കഴിവുണ്ടാകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഒരു വർഷമായി നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിലവിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷമാകുമ്പോഴേക്ക് ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചതോടുകൂടെ തന്നെ, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വന്നതോടുകൂടെ തന്നെ ഇത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് അടുത്ത വർഷം നമ്മൾ ഈ കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ 3 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ആ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് നമ്മുടെ ഒരു അഫ്ളൽ ഉലമയുടെ പ്രിലിമിനറി കോഴ്സ് ചെയ്താൽ കിട്ടുന്ന രൂപത്തിൽ മതപരമായ വിഷയങ്ങളിൽ അവഗാഹമുണ്ടാകണം. അവർക്കൊരു പെൺകുട്ടികൾ എന്നുള്ള നിലയ്ക്ക് അവർക്കൊരു ലീഡർഷിപ്പ് മേഖലയിൽ കഴിവ് തെളിയിക്കാനുള്ള അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകണം.
അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം ക്രിയേറ്റീവ് സ്കൂൾ ഫോർ വിമൻ എന്ന് പറയുന്ന പുതിയ ഒരു സ്ഥാപനം തന്നെ ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഒരു ബാച്ച് അതിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ അവർക്ക് +1 ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിഷയങ്ങൾ അറബിക് കോളേജുകളിൽ പഠിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിക വിഷയങ്ങളും പഠിക്കാൻ അവർക്ക് സാധിക്കുന്ന രൂപത്തിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വർഷം ഹ്യൂമാനിറ്റീസ് ബാച്ചാണ് തുടങ്ങിയത് എങ്കിൽ അടുത്ത വർഷം നമ്മൾ അത് കൊമേഴ്സിലൊക്കെ കൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് അതിനെ വിപുലീകരിക്കുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സയൻസ് അക്കാഡമി ഉണ്ട്. സയൻസ് വിഷയങ്ങളിൽ +1 +2 സയൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എൻട്രൻസ് എക്സാമുകൾ എഴുതുവാൻ നുള്ള പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടുള്ള സയൻസ് അക്കാദമിയാണ് നമുക്കുള്ളത്. പക്ഷെ ആ സയൻസ് അക്കാദമി ആണെങ്കിലും കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർ കേവലം അവരുടെ ആ ഒരു കോഴ്സിൽ മാത്രം പരിമിതപ്പെടാതെ അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാമികമായ വിഷയങ്ങൾ പഠിക്കുവാനുള്ള ജാമിഅ നദവിയയുടെ വാല്യൂ പ്ലസ് ആഡ് ചെയ്തുകൊണ്ടാണ് ആ കോഴ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ വിദ്യാർത്ഥികളുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളാണ് അവർക്കുള്ളത്. ആ ആശങ്കകൾ എങ്ങനെയാണ് കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുക, കലാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കുട്ടികൾ തിരിച്ചു വരുന്നത് എന്ന്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് അവർ മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി മക്കളാണ് ആവശ്യമുള്ളത്. അതിനേത് സ്ഥാപനമാണ് ഉള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ അവർക്കുള്ള ഏറ്റവും നല്ല ചോയ്സായി നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും ജാമിഅ നദവിയയുടെ +1 +2 ബാച്ചുകളെയൊക്കെ. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇവിടെയുള്ള സ്കൂൾ സംവിധാനം അവരെ ഇംഗ്ലീഷ് മീഡിയം കേരള സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായും സ്കൂളിൽ പോകുമ്പോൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ ആശങ്ക, എങ്ങനെയാണ് അവർക്ക് ദീനി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് മദ്രസ വിദ്യാഭ്യാസവും ഒരു ആഡ് ഓണായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ജാമിഅ നദവിയയുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അത് കേവലം ഒരു ഭൗതികമായ കോഴ്സ് പഠിച്ച് പുറത്തു പോകുന്നതിന് പകരം അവിടെ മൂല്യങ്ങൾ പഠിക്കുവാൻ, ഇസ്ലാമികമായ വിഷയങ്ങൾ പഠിക്കുവാൻ, ഇസ്ലാമികമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ അടക്കം കൊണ്ടുവന്നാണ് നമ്മൾ ജാമിഅ നദവിയ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് വ്യതിരിക്തമായി കൊണ്ടിരിക്കുന്നത്. അതേപോലെ രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ജാമിയയിൽ ഒരു വിദ്യാർത്ഥി പുറത്തിറങ്ങുമ്പോൾ അവന് സമൂഹത്തെ നയിക്കാനുള്ള ഒരു നേതാവായിട്ടാണ് പുറത്തിറങ്ങുന്നത്. പലപ്പോഴും ഇന്ന് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ലീഡർഷിപ്പിലുള്ളത് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സന്തതികളാണ് എന്ന് അഭിമാനത്തോടുകൂടെ ഈ ജാമിഅ നദവിയയുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും പറയാൻ കഴിയും. കാരണം ഒരു സോഷ്യൽ സർവീസ് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. ഒരുപാട് അധ്യാപകർ ഇന്ന് സമൂഹത്തിൽ സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സംഘടനകളെ മുന്നോട്ട് നയിക്കുവാൻ ജാമിഅ നദവിയയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇന്ന് ജാമിഅ നദവിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ ശ്രമിച്ചു അതിനുള്ള സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനം നൽകുകയാണ്. അവർക്ക് ലീഡർഷിപ്പ് സ്കില്ല് നൽകുന്നു. എങ്ങനെയാണ് ഒരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്ന് വ്യത്യസ്ത കോഴ്സുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ റാങ്കുള്ള ആളുകൾക്ക് പോലും അവിടെ ഇന്ന് ഒരു ക്രൈസിസ് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ എങ്ങനെയാണ് പക്വമായി പരിഹരിക്കേണ്ടത് എന്നറിയാത്തവരുണ്ട്. ഒരു പ്രയാസത്തോടുകൂടെ അല്ലെങ്കിൽ ബേജാറോടുകൂടെ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് മറ്റൊരു പ്രശ്നമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. ഉന്നത ഗ്രാജുവേറ്റ്സ് ആയി മാറുമ്പോഴും അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അവർക്ക് മുന്നിൽ ഒരു ബാരിയറായി അവസാനിക്കുന്ന ഒരു ഘട്ടമുള്ള സന്ദർഭമാണ്. അവിടെയാണ് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തു പോകുമ്പോൾ, ഏത് സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു പോകുന്നവരാണെങ്കിലും
അവർക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഭൗതികമായ ഡിഗ്രി കിട്ടുന്നതോടൊപ്പം തന്നെ അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ സമൂഹത്തെ ഏറ്റവും പോസിറ്റീവായി സമൂഹത്തെ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്ന് പഠിപ്പിക്കുവാനും ആവശ്യമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സമ്മേളനത്തിന്റെ സംഘാടനം നമ്മുടെ വിദ്യാർത്ഥികളാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര മനോഹരമായി ഒരു അപാകത പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ കെട്ടിലും മട്ടിലുമൊക്കെ വളരെ ഭംഗിയായി ഈ സമ്മേളനം സംഘടിപ്പിക്കുവാൻ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് കഴിയുമെങ്കിൽ ഈ വിദ്യാർത്ഥികൾ തിരിച്ച് അവരുടെ നാടുകളിലേക്ക് പോയാൽ അവിടെയുള്ള ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും അവിടെയുള്ള ഏത് സമൂഹത്തെയും ഏറ്റവും നന്നായി ഓർഗനൈസ് ചെയ്യാനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയും എന്ന് ആത്മാഭിമാനത്തോടുകൂടെ കോൺഫിഡൻസോടുകൂടെ പറയാൻ കഴിയും. ജാമിഅ നദവിയ്യക്ക് പറയാൻ സാധിക്കുമെന്നാണ്. മൂന്നാമത്തെ കാര്യം, നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രമേയം പാസ്സാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ മുജാഹിദ് പ്രസ്ഥാനം പക്വമായി ഇടപെട്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളക്കരയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് സ്ത്രീകൾക്കും ഏത് വിദ്യാർത്ഥിനികൾക്കും ഏത് കോഴ്സും പഠിക്കാനുള്ള ധൈര്യം ലഭിച്ചത് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ മൂലം തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് ജാമിഅ നദവിയ്യ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും അതിലൂടെ സ്ത്രീ സമൂഹത്തെ അവരെ ഏറ്റവും നല്ല ഒരു സമൂഹമാക്കുവാനുള്ള അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, എയ്ഡഡ് സ്കൂൾ നമുക്ക് ഗേൾസ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ് സ്കൂൾ ഫോർ വിമൺ എന്നുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഹയർ സെക്കൻഡറി സംവിധാനമാണ്. ജാമിഅ നദവിയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നായ വിമൻസ് അറബിക് കോളേജ്, അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സ്ഥാപനമാണ്, വിമൻസ് കോളേജാണ്. അതോടൊപ്പം തന്നെ ഇനിയും നമ്മൾ വ്യത്യസ്ത ഡിഗ്രി കോഴ്സുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് ഒരു വിമൻസ് ക്യാമ്പസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ്. തഹ്ഫീദുൽ ഖുർആൻ പെൺകുട്ടികൾക്ക് മാത്രമായി തഹ്ഫീദുൽ ഖുർആൻ നമുക്ക് സ്ഥാപിക്കുവാൻ സാധിച്ചു. അതിൽ നല്ല രൂപത്തിൽ തന്നെ അതിൻ്റെ അക്കാദമിക നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചു. ഇനി അതിനെയെല്ലാം ഒരു വിമൻസ് ക്യാമ്പസ് ആക്കി അതിൽ അറബിക് കോളേജ് ഉണ്ടാകും, അതിൽ ഹയർ സെക്കൻഡറി സംവിധാനം ഉണ്ടാകും, അതിൽ വ്യത്യസ്ത ഡിഗ്രി കോഴ്സുകൾ ഉണ്ടാകും, അതിൽ തഹ്ഫീദുൽ ഖുർആൻ ഉണ്ടാകും, അവർക്കുള്ള ഹോസ്റ്റൽ ഉണ്ടാകും, അവർക്കുള്ള പള്ളി ഉണ്ടാകും. പെൺകുട്ടികൾക്കുള്ള പള്ളിയും ഹോസ്റ്റലും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു വലിയ വിമൻസ് ക്യാമ്പസ് ആണ്, അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ തന്നെ നമുക്കൊരു ജനറേഷനെ തന്നെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ എന്നുള്ളത് മാതാവാണ്. ഒരു മാതാവിന് കുട്ടിയെ ശരിയായ രൂപത്തിൽ വളർത്താൻ സാധിച്ചാൽ ഒരു കുട്ടിയെ എന്നല്ല, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനും അതിലൂടെ ഒരു സമൂഹത്തിൻ്റെ ഗതി തന്നെ മാറ്റുവാനും സാധിക്കും. പലപ്പോഴും ഇന്ന് കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പാരൻറ്റിങ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികളുടെ സ്വഭാവം പ്രയാസമായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ കുട്ടികളെ ശരിയായ രൂപത്തിൽ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകി കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ തന്നെ ഉടച്ചു വാർക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെ ഏറ്റവും രമ്യമായി പരിഹരിക്കുവാനും അതിലൂടെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുവാനുമൊക്കെ തീർച്ചയായും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഇത് ജാമിഅ നദവിയ്യയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്നു. നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്താണ് നമ്മുടെ 3 സ്ഥാപനങ്ങൾ നാക് അക്രഡിറ്റേഷന് വിധേയമായത്. നമ്മുടെ വിമൻസ് അറബിക് കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും അതോടൊപ്പം തന്നെ BA ട്രെയിനിങ് കോളേജും, ഈ 3 സ്ഥാപനങ്ങൾ കേരളത്തിൽ സെൽഫ് ഫൈനാൻസ് മേഖലയിൽ 3 സ്ഥാപനങ്ങൾ ഒരേ വർഷം അക്രഡിറ്റേഷന് വിധേയമായിട്ടുള്ളത് ജാമിഅ നദവിയ്യ അല്ലാതെ മറ്റൊരു സ്ഥാപനമില്ല എന്ന് അഭിമാനത്തോടുകൂടെ
നമുക്ക് പറയാൻ കഴിയും. നാക് അക്രഡിറ്റേഷൻ എന്നുള്ളത് ഒരു ക്വാളിറ്റി വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്വാളിറ്റി പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളുടെ 3 സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുമായി നമുക്ക് കൊളാബറേഷൻ നടത്തുവാനും അതിലൂടെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ സമ്മേളനങ്ങൾ, കോൺഫറൻസുകൾ നടത്താനുമൊക്കെ ജാമിയ നദവിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയ, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രീ സ്റ്റേറ്റ്, സൗത്ത് ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രീ സ്റ്റേറ്റുമായി ഒക്കെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് കൊളാബറേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ 1-ാം തീയതി മുതൽ ജാമിയ നദവിയ ആരംഭിക്കുന്ന ചെറിയ പള്ളിയിൽ നിന്ന് ഈ ഒരു നിമിഷം വരെയുള്ള ജാമിയയുടെ യാത്രയിൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായികളായി മാറിയിട്ടുണ്ട്. അന്ന് ഇത് സ്ഥാപിച്ച ആളുകൾ മുതൽ, ഇതിനെക്കുറിച്ച് ചിന്തിച്ച ആളുകൾ മുതൽ, അന്ന് മുതൽ ഇന്ന് വരെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന് ബിൽഡിങ്ങുകൾ നൽകിയവർ, ക്ലാസ് റൂമുകൾ നൽകിയവർ, അല്ലാത്ത രൂപത്തിൽ സഹായിച്ചവർ, സ്പോൺസർഷിപ്പുകൾ, വിദ്യാർത്ഥികളുടെ പഠനം ഏറ്റെടുത്ത ആളുകൾ, ചെറിയ ചെറിയ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ, ഇങ്ങനെ പണ്ഡിതന്മാരും നേതാക്കന്മാരും സാധാരണക്കാരും തുടങ്ങിയ ഓരോരുത്തരും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സഹായികളായി മാറിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുകയും അവരെയും നമ്മെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ജാമിയയുടെ വിഷൻ എന്നുള്ളത് തന്നെ ഇതൊരു വിദ്യാഭ്യാസ മേഖലയിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി മാറണം എന്നുള്ളതാണ്. അതിലേക്ക് അക്കാദമിക നിലവാരം ഇനിയും നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പുതിയ കാലഘട്ടത്തിനനുസൃതമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ തുടങ്ങിവെച്ച പല പണികളും അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. പുതിയ യുഗത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ സജീവമാകുമ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായും ഇതിൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഇതുവരെ നിങ്ങൾ ഉണ്ടായതുപോലെ തന്നെ ഇതിനെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി ഉയർത്തുന്നതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.